നിലമ്പൂർ താലൂക്കിലെ ഗ്രാമപ്രദേശങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുവാനും പൊതുഗതാഗതം കാര്യക്ഷമമാക്കുന്നതിനുമായി മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. പക്ഷേ അതുണ്ടാക്കുന്ന ആഘാതങ്ങളുമല്ല നമ്മളിപ്പോൾ പടത്തുകാലത്ത് നമ്മൾ ബോധവാന്മാരായത് ആഗോളതാപനം, പരിസ്ഥിതി കാര്യങ്ങളൊക്കെ. ഇലക്ട്രിക് കാർ വന്ന കുറേ തീരുന്ന ആദ്യം പറഞ്ഞത്. പക്ഷെ ഇപ്പം പറയുന്ന ഇലക്ട്രിക് കാർ കൂടുതൽ അബദ്ധമാണ്. അതുണ്ടാക്കുന്ന ബാറ്ററി, ആ ബാറ്ററി ഡിസ്പോസ് ചെയ്യാൻ, ഈ ബാറ്ററികൾ ഡിസ്പോസ് ചെയ്യുന്നതിൽ വലിയ സംഗതിയാണ്. അപ്പം പരിസ്ഥിതിക്ക് ആഘാതമാണ് ഇതൊക്കെ. അതിനൊരു വഴിയുള്ള യൂറോപ്പിലൊക്കെ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് കൂട്ടുക, സൈക്കിൾ യാത്രക്കുള്ള സൗകര്യം. ഇവിടെ സൈക്കിൾ യാത്ര ചെയ്താൽ അന്ന് അവസാനമല്ലേ സൈക്കിൾ. ഇവിടെ നമ്മൾ അത് കണ്ടിട്ട് ഡെൻമാർക്കിലും മറ്റും കണ്ടിവിടെ പഠിച്ചു വന്നിട്ട് പി വി അബ്ദുൽ വഹാബ് എം പി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപ്രദേശങ്ങളിൽ പുതുതായി സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്ക് റോഡ് ടാക്സിൽ ഉൾപ്പെടെ ഇളവുകൾ അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിഗണിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പുതുതായി ആരംഭിക്കുന്ന റൂട്ടുകൾ സംബന്ധിച്ച് 70ഓളം നിർദ്ദേശങ്ങളാണ് ജനകീയ സദസ്സിൽ വന്നത്. പൊതുഗതാഗത സംവിധാനം കുറവുള്ള ഗ്രാമീണ മേഖലകളിൽ ജനങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾ ജനകീയ സദസ്സിൽ ചർച്ചയായി. താലൂക്കിലെ ജനപ്രതിനിധികളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നുമാണ് നിർദ്ദേശങ്ങൾ ലഭിച്ചത്. നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് വിശദമായ പഠനം നടത്തിയ ശേഷം പുതിയ സർവീസുകളിൽ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനമെടുക്കും. നിലമ്പൂർ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന ജനകീയ സദസ്സിൽ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം അധ്യക്ഷനായിരുന്നു. ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ കൌൺസിലർമാർ, പഞ്ചായത്ത് അംഗങ്ങൾ, സ്വകാര്യ ബസ് സർവീസ് സംഘടനാ ഭാരവാഹികൾ, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, തൊഴിലാളി സംഘടനാ നേതാക്കൾ, സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ, പൊതുജനങ്ങൾ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. മലപ്പുറം ആർടിഒ പി എൻ നസീർ സ്വാഗതവും നിലമ്പൂർ ജോയിന്റ് ആർടിഒ കെ പി ദിലീപ് നന്ദിയും പറഞ്ഞു. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.